ഓക്കെ. വമിനൻ നാസി എന്താർത്ഥം? ജനങ്ങളിലുണ്ട് മയ്യുജാദിലു. ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്ന ആള്, കലഹിക്കുന്ന ആള്. തർക്കിക്കുക, കലഹിക്കുക എന്നൊക്കെയാണ് യുജാദിലു എന്ന് ഉപയോഗിക്കുക. ഫില്ല എന്തിന്റെ കാര്യത്തിൽ തർക്കിക്കണം? അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുക. അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വമിനൻ നാസി ജനങ്ങളിലുണ്ട് ചില ആളുകൾ മയ്യുജാദിലു അവരെന്ത് ചെയ്യുന്നു? തർക്കിക്കുന്നു. ഫില്ലാഹി അള്ളാഹുവിന്റെ വിഷയത്തിൽ. ഓക്കെ. ഇതിനെ വായിച്ചതിൽ നോക്കിയേ, മിൻ അതിൽ നോക്കിയേ, മിനൻ നാസി സീന്ന് വന്നു അല്ലേ, ഫില്ലാഹിന്ന് വന്നു അല്ലേ. ശരിക്കും അള്ളാഹു എന്നാണ്, നാസ് എന്നാണ്. ഓക്കെ. പക്ഷെ ഇവിടെ രണ്ടിലും കെസ്ർ വന്നു. ഫതഹ് കെസ്ർ, മുകളിലും വരട്ടെ ഫതഹ്, അടിയിൽ വരട്ടെ കെസ്ർ. അതെന്തുകൊണ്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻ അതുപോലെ തന്നെ ഫീ, മിന്നും ഫീയും, മിന്നും ഫീയും ഉള്ള രണ്ട് കാര്യങ്ങൾ മുമ്പ് വന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? മിന്നിന് ശേഷം അന്നാസ് എന്ന് വന്നപ്പോൾ എന്തായി? മിനന്നാസീനായി. ഓക്കെ. അതുപോലെ ഫില്ലാഹി എന്ന് വന്നപ്പോൾ ഫീ മുമ്പ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഫില്ലാഹീനായി. ഓക്കെ. ഓക്കെ. വമിനന്നാസി ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ യുജാദിലു അവരെന്ത് ചെയ്യുന്നു? തർക്കിക്കുന്നു. ഫില്ലാഹി അല്ലാഹുവിന്റെ വിഷയത്തിൽ. ബിഗൈർ ബിഗൈർ ഇല്ലാതെ, ഇൽം അറിയില്ല. അപ്പോ എങ്ങനെ തർക്കിക്കുന്നത്? യാതൊരു അറിവില്ലാതെ തർക്കുന്ന ആൾക്കാർ ആരുടെ കൂട്ടത്തിലുണ്ട്? ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വയത്തബിഉ ഇത്തിബാ എന്താ? പിൻപറ്റുക. വയത്തബിഉ അവർ പിൻപറ്റുകയും ചെയ്യുന്നു. കുല്ല കുല്ലു ഇവിടെ എല്ലാം. ഓക്കെ. എല്ലാം. ശൈത്വാൻ ശൈത്വാൻ എന്തിനാ? ഇശാജിനെ. മരീദ് എങ്ങനെയുള്ള ശൈത്താനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന ആള്. അവരെന്ത് ചെയ്യുന്നു? അനുസരിക്കുകയും ചെയ്യും. ഇപ്പോ ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം നോക്കാം. വമിനൻ നാസി ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മയ്യുജാദിലു തർക്കിക്കുന്നവർ ഫില്ലാഹി അല്ലാഹുവിന്റെ വിഷയത്തിൽ ബിഗൈരി ഇൽമിൻ യാതൊരു അറിവില്ലാതെ വയത്തബിഉ അവർ പിൻപറ്റുകയും ചെയ്യുന്നു. കുല്ല എല്ലാത്തിനെയും ശൈത്വാൻ പിശാചുക്കളെ, ശൈത്വാന്മാരെ, മരീദ് ധിക്കാരികളായ എല്ലാ ശൈത്വാന്മാരെയും പിൻപറ്റുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആയത്തുകളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് ഓതി കേൾപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ശത്രുക്കളായ ചില ആളുകൾ വന്നിട്ട് ചെയ്യും? തർക്കിക്കും. ഈ ആയത്തിനെ സംബന്ധിച്ച് തഫ്സീറുൽ ബഗവിയിൽ അദ്ദേഹം പറയുകയാണ്, ഈ ആയത്ത് വന്നിട്ടുള്ളത് നദർ ബിൻ ഹാരിസിന്റെ വിഷയത്തിലാണ്, ഒരു മനുഷ്യന്റെ വിഷയത്തിലാണ്. എന്താ അയാളുടെ പേര്? നദർ ബിൻ ഹാരിസ്. അയാള് ഖുറൈശിയാണ്, ഖുറൈശിക്കാരനാണ്, അറിവുള്ള മനുഷ്യനായ, എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യനാണ്. അദ്ദേഹം പാരീസിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെയുള്ള രാജാക്കന്മാരുടെ കഥകൾ ഈ മനുഷ്യൻ കേട്ടുപഠിക്കും. പാരീസിലേക്ക് ചെന്ന് അവിടെയുള്ള രാജാക്കന്മാരുടെ കഥകൾ കേട്ടുപഠിക്കും. എന്നിട്ട് മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ മനുഷ്യൻ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഇതിനെക്കാട്ടും നല്ല കഥ ഞാൻ പറഞ്ഞുതരാന്ന് പറയും. ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ എന്ത് പറയും? ഇതിനെക്കാട്ടും നല്ല കഥ ഞാൻ പറഞ്ഞു തരാം. ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ കൂടെ ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിച്ചു. അപ്പോൾ നദർ ബിൻ ഹാരിസ് അങ്ങോട്ട് വന്നു. റസൂൽ ഖുർആൻ ഓതി കേൾപ്പിച്ച് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി. അപ്പോൾ നദർ ബിൻ ഹാരിസ്
ഇപ്പൊ പറഞ്ഞതൊക്കെ പഴയ കഥകളാണ്, അഥവാ പണ്ട് കാലത്തുള്ള കഥകളാണ്, വെറുതെ കെട്ടുകഥകളാണ്. ഇതിനെക്കാട്ടും നല്ല കഥകൾ ഞാൻ പറയാതെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഖുർആനിനെതിരെ തർക്കിക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് ബിൻ മുഗീറയെ വലീദ് ബിൻ മുഗീറയും ചില ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ചില അറബികളൊക്കെ ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കും. ആ സമയത്ത് നദർ ബിൻ ഹാരിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ റസൂൽ എന്ത് പറയുമ്പോഴേക്കും തർക്കി, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ തർക്കി. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതി, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുമെല്ലാം നരകത്തിന്റെ വിറകുകളാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആ സമയത്ത്